السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. സഹോദരങ്ങളെ, പരസ്പര സാഹോദര്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ രണ്ടാം ഭാഗം എന്നോണം ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം പങ്കുവെക്കാനുണ്ട്. മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഓതിവെച്ച ഈ ആയത്ത് പഠിപ്പിക്കുന്നത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പാശത്തെ കയറിനെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ, നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക. ആ അനുഗ്രഹം മൂലം ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അവൻ നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കീലായിരുന്നു. ആ അഗ്നികുണ്ഡത്തിൻ്റെ വക്കിൽ നിന്നും ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, അപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടി. ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം, അറബ് ഗോത്രങ്ങൾ പരസ്പരം കലഹിച്ചും രക്തം ചിന്തിയും ശത്രുക്കളായി കഴിയുന്ന ആ ഘട്ടം, മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ 100-ൽ പരം വർഷങ്ങൾ കടുത്ത പോരാട്ടങ്ങളും കലഹങ്ങളും നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് ചരിത്രം. തന്മൂലം ഇരു ഗോത്രങ്ങളിൽ നിന്നായി ആയിരക്കണക്കായ യുവാക്കളാണ് മരണമടഞ്ഞത്. എന്നാൽ അവരിലേക്ക് ഇസ്ലാം കടന്നു വരികയും ഇസ്ലാം അവരെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അവരോടൊപ്പം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളും കൂടിച്ചേർന്നപ്പോൾ ലോകം ഇന്നേ വരെ ദർശിക്കാത്ത, കേൾക്കാത്ത, കാണാത്ത ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിളനിലമായി മദീന മാറുകയുണ്ടായി. എല്ലാ ദുരാചാരങ്ങളും വെടിഞ്ഞ് മുഹാജിറുകളും അൻസാറുകളും അള്ളാഹുവിൻ്റെ പാതയിലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് അവർ പാഞ്ഞെടുത്തു. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അക്ഷരം പ്രതി അവർ പാലിച്ചപ്പോൾ, അതായത് സൂറത്തു അംഫാലിലെ 46-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ വഅത്തിഉല്ലാഹ വറസൂലഹ വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുക്കും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ ഭിന്നിച്ചാൽ ഫതഫ്ശലു, നിങ്ങൾക്ക് ധൈര്യക്ഷയം നേരിടും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് എന്ന ഈ വചനങ്ങൾക്കൊപ്പം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടി ചേർന്നപ്പോൾ ഇന്നേ വരെ ലോകം ദർശിക്കാത്ത ഉത്തമ സമുദായം അവിടെ രൂപം കൊള്ളുകയായി. അതായത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅലുഹു ബഅലൻ വശബ്ബക ബൈന അസ്വാബിഅഹ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരു കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് ശക്തി പകരുന്നത് പോലെ വിശ്വാസികൾ പരസ്പരം ആ ശക്തി പകർന്നുകൊണ്ടേ ഇരിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രണ്ട് കൈവിരലുകൾ ചേർത്ത്, രണ്ട് കൈയുടെയും വിരലുകളെ ചേർത്ത് കോർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതുപോലെ ശക്തി ഉറ്റതായിരിക്കണം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പെരുമാറ്റം എന്ന്. അങ്ങനെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സാഹോദര്യം നമ്മുടെ ഇഹപര വിജയങ്ങൾക്ക് കാരണമാകും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ വർത്തമാനകാല മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എത്ര ദുഃഖകരമാണെന്ന്. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ സമുദായാംഗങ്ങൾ കൊടിയ മർദ്ദനങ്ങൾക്ക് പീഡനങ്ങൾക്കും വിധേയരാകുമ്പോൾ അരുത് എന്ന് പറയാൻ, ചെറുവിരൽ പോലും അനയ്ക്കാൻ മുസ്ലിം ലോകം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ മർദ്ദക ഭരണകൂടങ്ങൾക്ക് സർവ്വ പിന്തുണയും സാമ്പത്തിക സഹായവും നൽകുന്ന ദുഃഖകരവും ലജ്ജാകരവുമായ കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ദൂതർ പഠിപ്പിച്ച ഒരു തിരുവചനത്തിന്റെ പ്രസക്തി നമ്മൾ ഓർക്കേണ്ടത്. ഉൻസുർ അഹാക്കൽ വാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരൻ അക്രമിയായാലും ആക്രമിക്കപ്പെട്ടവനായാലും നീ അവനെ സഹായിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് പറഞ്ഞപ്പോ സദസ്സിൽ നിന്നും ഒരു സ്വഹാബി വര്യൻ എഴുന്നേറ്റ് ചോദിക്കുന്നത്, അഫറഅയ്ത ഇദാ കാന ളാലിമൻ അൻസുറുഹു ഇദാ കാന മദ്ലൂമ. ആക്രമിക്കപ്പെട്ടവനെ എങ്ങനെ സഹായിക്കണം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ സഹായിക്കുകയും ചെയ്യാം, സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ അഫറഅയ്ത ഇദാ കാന ളാലിമൻ കൈഫ അൻസുറുഹു. ഒരു അക്രമിയെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ദൂതരെ? അഫറഅയ്ത ഇദാ കാന ളാലിമൻ കൈഫ അൻസുറുഹു. ഒരു അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക? അതാണ് തിരിച്ചറിയാത്തൊരു കാര്യം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് തഅജിസുഹു ഔ തംനഉഹു മിനൽ ളുൽം ഫഇന്ന ദാലിക നസ്റുഹു. നീ അക്രമിയുടെ കൈ പിടിക്കണം, എന്നിട്ട് അവനെ അക്രമത്തിൽ നിന്നും തടയണം. നിശ്ചയം അതാണ് അവനുള്ള സഹായം. അത് അക്രമിയുടെ കൈ പിടിക്കുക, അക്രമത്തിൽ നിന്നും അവനെ തടയുക. ഇന്ന് ആരുണ്ട് മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കാൻ? ഇന്ന് ലോകത്താകമാനം മുസ്ലിം ഉമ്മ മർദ്ദനത്തിന് പീഡനങ്ങൾക്കും ഇരയാകുമ്പോൾ നിർത്തൂ നിങ്ങളുടെ ഈ പീഡനങ്ങൾ എന്ന് പറയാൻ, ഒരു പക്ഷേ ഒരു ചെറിയ ശബ്ദത്തിൽ പറയാൻ ഉർദുഗാനല്ലാതെ അല്ലെങ്കിൽ ഒരു ഖത്തരി അമീർ അല്ലാതെ മറ്റാരുണ്ട്? ഇത്തരം ഭരണകൂടങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഈ മുസ്ലിം ഭരണാധികാരികളോട്, മുസ്ലിം രാജ്യക്കാരോട് ഇസ്ലാം നൽകുന്ന ഒരു മുന്നറിയിപ്പ്, അത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെ ഓർക്കേണ്ടതുണ്ട്. ലാ യഖിഫന്ന അഹദുക്കും മൗഖിഫൻ യഖ്തുലു ഫീഹി റജുലൻ ളുൽമ ഫഇന്നൽ ലഅനത തൻസിലു അലാ മൻ ഹളറ ഹീന ലം യദ്ഫഉ അൻ. നിന്റെ മുന്നിൽ ഒരു വിശ്വാസി അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആരും അത് കണ്ടു നിൽക്കരുത്. മർദ്ദനം നടക്കുമ്പോൾ അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവൻ, അത് തടയാതിരിക്കുന്നവൻ അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയാകുമെന്ന അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുക. എന്നാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്പത്ത്, അധികാരം, തറവാട്, ആൾബലം നോക്കി പ്രതികരിക്കുന്ന കാഴ്ചയാണ്. അത് റബ്ബിന്റെ അതൃപ്തിക്ക് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് റബ്ബിന്റെ അതൃപ്തിക്ക് കാരണമാണ്. എന്നാൽ മർദ്ദിതനോടൊത്ത് ഉറച്ചു നിന്ന് പൊരുതുന്നവർക്ക് ലഭ്യമാകുന്ന മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്താ? മൻ മശാ മഅ മദ്ലൂമിൻ ഹത്താ യുത്ബിത ലഹു ഹഖ്ഖഹു സബത അല്ലാഹു തആല ഖദമൈഹി യൗമ തസൂലുൽ അഖ്ദാം. എല്ലാ പാദങ്ങളും വഴുതിക്കൊണ്ടിരിക്കെ മർദ്ദിതന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അയാളോടൊപ്പം സഞ്ചരിക്കുന്നവന്റെ പാദങ്ങൾക്ക് സിറാത്ത് കടക്കാനുള്ള ബലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന്. സിറാത്ത് കടക്കാനുള്ള ബലം
എന്ത് സിറാത്ത്, നമുക്കെന്ത് സിറാത്ത് എന്നാ? ഇത്തരം പീഡിതർക്ക് വേണ്ടി ഉത്തരവാദിത്ത ബോധത്തോടെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവർ, അവർക്ക് ഇന്ന് എന്ത് സിറാത്താണുള്ളത്? സഹോദരങ്ങളെ, വർഷങ്ങളായി അയൽപക്ക ബന്ധം അറുത്തു മാറ്റിയവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവരില്ലേ? പരസ്പരം വഴക്കും വക്കാണവുമായി നമുക്ക് ചുറ്റും കഴിഞ്ഞുകൂടുന്നവർ എത്ര പേരാണ്? മാത്രമല്ല, മകന്റെ കൈയാൽ നിന്നോ വാപ്പ മരണപ്പെട്ടത് ഇന്നലെയല്ലേ നമ്മൾ പത്രത്തിൽ വായിച്ചത്. ഇവരോടൊക്കെ നമുക്ക് തുടർന്ന് പറയാനുള്ളത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അതായത് തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ് ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ഇല്ലാ റജുലൻ കാന ബൈനഹു വബൈന അഖീഹി ശഹ്നാ. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ആ ദിനത്തിൽ അന്ന് എല്ലാ അടിയാന്മാർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരൊഴികെ. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരൊഴികെ മറ്റെല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. മറ്റൊരാൾക്ക് കൂടി പുറത്തു കൊടുക്കൂല. ആരാണ്? കാന ബൈനഹു വബൈന അഖീഹി ശഹ്ന, തന്റെയും തന്റെ സഹോദരന്റെയും ഇടയിൽ പിണക്കത്തിൽ കഴിയുന്നവർക്ക് അവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അവരോട് പറയുന്നത് എന്താ? ഉൻദുറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. ഇരുവർക്കും സാവകാശം കൊടുക്കണം. ഇവർ തെറ്റ് തീർത്ത് നന്നാകുന്നത് വരെ, അവർക്കിടയിൽ ഐക്യം രൂപപ്പെടുന്നത് വരെ അവർക്ക് സാവകാശം കൊടുക്കുക എന്ന് 3 തവണ ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരസ്പരം സംസാരിക്കാനും കുശലാന്വേഷണങ്ങൾ നടത്താനും സലാം പറയാനും എത്ര അവസരങ്ങൾ കിട്ടിയവരാണ് നമ്മൾ. എന്നിട്ട് ദുരഭിമാനം മനസ്സ് അനുവദിച്ചില്ല നമ്മളെ. അഹങ്കാരത്തോടെ സ്വന്തത്തോട് നമ്മൾ ചോദിച്ചു, അവനോട് മിണ്ടേ. അവിവേകത്തിന് മുന്നിൽ വിവേകം വഴിമാറിപ്പോയ ആ സന്ദർഭങ്ങൾ, റബ്ബ് പൊരുത്തപ്പെടാത്ത സന്ദർഭം. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ചോദിക്കട്ടെ, ഈ അവസ്ഥയിൽ നാം മരണപ്പെട്ടാൽ നമുക്ക് എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? റബ്ബിന്റെ കാരുണ്യത്തിന് എങ്ങനെയാണ് നമ്മൾ ഉടമയാകുക? ഫമൻ അഹബ്ബ അൻ യുസഹ്സിയ അനിൻ നാർ വയുദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്നും അകറ്റപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും വല്ലവനും ആഗ്രഹിക്കുന്നു എങ്കിൽ ഫൽതഅതി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്താണ്? മരണം തേടി വരുന്നതിന് മുമ്പേ അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്നാണ്. അവനെ മരണം തേടി വരുന്നതിന് മുമ്പേ അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. താൻ സ്വന്തത്തിനായി ആഗ്രഹിക്കുന്നതെന്തോ അത് തന്റെ സഹോദരനു കൂടി അവൻ ആഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന് നമുക്ക് സാധ്യമാകണം. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് സ്വർഗലബ്ധി ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കുകയും പൊറുക്കുകയും ദുരഭിമാനം വെടിഞ്ഞ് അഭിമാനത്തോടെ തന്റെ സഹോദരനെ മാറോട് ചേർത്ത് ക്ഷമ ചോദിക്കുന്നത് അത് തോറ്റുകൊടുക്കലല്ല, അതൊരു പരാജയമല്ല. മറിച്ച് മഹത്തായ സൗഭാഗ്യത്തിലേക്കുള്ള, റബ്ബിന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടികളിൽ ഒന്നാണ് അവൻ കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു വചനം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുക. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാത്ത് ഫമൻ ഹജറ ഫൗക തലാത്തിൻ ഫമാത ദഖലൻ നാർ എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിന്നുകൂടാ. ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ, ആ പിണങ്ങിയ അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിച്ചു എന്ന് റബ്ബിന്റെ ദൂതൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? വിശ്വാസികൾക്ക് ചെയ്യാൻ എന്താണ്? അത് ഇങ്ങനെയാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അതിനാൽ നിങ്ങൾ 2 സഹോദരന്മാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കും. ആ കാരുണ്യത്തിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ വലിപ്പം എത്രയാണ് ആ കാരുണ്യത്തിന്റെ വലിപ്പം?
കേട്ടോളൂ. അല ഉഖ്ബിറുക്കും ബി അഫ്ളലി മിൻ ദറജത്തി സ്വയാം വസ്സലാത്ത് വസ്സദഖ. അറിയിച്ചു തരട്ടെ, നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠത, നോമ്പിനേക്കാൾ ശ്രേഷ്ഠത, ദാനധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായൊരു വിഷയം. ബലായ റസൂലല്ലാ, പഠിപ്പിച്ചു തന്നാലും പ്രവാചകരെ, പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാഹു ദാത്തിൽ ബൈൻ ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിക. അകന്നു നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക, അവരുടെ തെറ്റ് കുറ്റങ്ങളെ പരസ്പരം പുറത്തു കൊടുക്കാനും എന്നിട്ട് അവർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന്. കുഴപ്പം, ഇങ്ങനെയുള്ള അകന്നു നിൽക്കുന്നവർ മൂലമുണ്ടാകുന്ന കുഴപ്പം അത് ദീനിനെ മുടിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റബ്ബ് സുബ്ഹാനഹു വ തആല പരസ്പര സാഹോദര്യത്തോടെ ജീവിക്കാനും അങ്ങനെ മരിക്കുന്ന മുഅ്മിനുകളിലും മുത്തഖികളിലും ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله